ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലേക്ക് വരുന്ന എമോഷൻ നേഴ്സസിൻ്റെ ഏറ്റവും വലിയൊരു ചിന്തയായിരിക്കും, ഒരു മാസം കുവൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ എന്തുമാത്രം ചിലവ് വരും. നമ്മൾ ഹോട്ടലിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ സിംഗിളായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും താമസിക്കുമ്പോൾ ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ചിന്തകളുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ഏകദേശം കുവൈറ്റിൽ താമസിക്കാനായിട്ട് എന്തുമാത്രം ചിലവ് വരും എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ പല കാര്യങ്ങളിൽ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഏകദേശം അതിനെക്കുറിച്ചുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾക്ക് ഒരു മാസം എത്ര വരും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ എക്സ്പെൻസാണ് വരാൻ പോകുന്നത്. പിന്നീട് അതിനുശേഷം നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്ലാറ്റ് എടുത്ത് സിംഗിളായിട്ട് പുറത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം എക്സ്പെൻസ് വരും. ഞാൻ ഈ പറയാൻ പോകുന്ന എക്സ്പെൻസസ് എല്ലാം കട്ട് ചെയ്താൽ ബാക്കിയുള്ളൊരു എക്സ്പെൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കുവൈറ്റിൽ താമസിക്കുമ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ കുവൈറ്റിൽ ഇപ്പോൾ നമ്മളുടെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് തന്നെയാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു ആവറേജ് സാലറി, ഒരു 500 to 600 KD സാലറി ഉള്ള ഒരു സാധാരണക്കാരൻ്റെ അവരുടെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവർ റെൻറ്റാണ്. ഇപ്പോൾ 200 KD എബവ് റെൻറ്റ് പോകും. 200 KD എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം നാട്ടിൽ ഒരു 60 to 70,000 ഏകദേശം, ഞാനിപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചാണ് പറയുന്നത്, അത്രയ്ക്ക് ഒരു റെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പെൻസാണ് ആ രീതിയിൽ വരുന്നത്. അപ്പോഴാണ് പല ആളുകളും നമ്മളോട് പറയാറുള്ളത്, ഇവിടെ ഈ റെൻറ്റ് കൊടുത്ത് നമ്മൾ ഇത്രയും പൈസ കളയുമ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ UK പോയി കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നമ്മൾക്കൊരു വീട് വാങ്ങാം എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷേ അവിടെ ചെന്നാലും നമ്മൾക്ക് നല്ല ഇൻട്രസ്റ്റിലും കുറേ വർഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾക്ക് വീട് കിട്ടുന്നത് എന്നുള്ളൊരു വാസ്തവമാണ്. എനിവേ, അതല്ല നമ്മളുടെ ടോപ്പിക്. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്ലാറ്റിനാണ് നമ്മളുടെ റെൻറ്റ് നന്നായിട്ട് പോകുന്നത്. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നവർ ആദ്യം സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുക്കുകയാണ്, പിന്നെ അതിന് ശേഷം സിംഗിൾ റൂം, പിന്നെ ഡബിൾ റൂം, അങ്ങനെ പോകുന്നു അവരുടെ ഓരോ അക്കോമഡേഷൻ ചേഞ്ചസ് എല്ലാം. ആദ്യമായിട്ടൊരു ഫ്ലാറ്റ് സെറ്റപ്പ് ചെയ്യാൻ തന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ല ചിലവുണ്ടായിരിക്കും. എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു മിനിമം 500 to 600 KD എങ്കിലും നമ്മൾക്ക് എക്സ്പെൻസ് വരും. കാരണം പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ വർക്ക്, അതുപോലെ തന്നെ മിനിമം ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്കും ഏകദേശം അത്രയൊക്കെ ആവും. പിന്നീട് നമ്മൾക്ക് ഒരു എക്സ്പെൻസ് വരുന്നത്, സിംഗിളാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഓരോരുത്തർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫീസാണ്. നമ്മൾക്കിവിടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നമ്മൾ എവിടെ താമസിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ 18 KD ആയിരിക്കാം, 20 KD ആയിരിക്കാം, 5 KD ആയിരിക്കാം. അബ്ബാസിയിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് 20 KD ആണ് അപ്പ് ആൻഡ് ഡൗൺ ബസ്, അവർ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്ന ആളുകൾ ഈടാക്കുന്നത്. അതേസമയം മംഗഫ്, അബു ഖലീഫ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളിൽ നിന്ന് 30 KD ആണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ദൂരം അനുസരിച്ചാണ്, ഞാൻ സബാ ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ പറഞ്ഞത്. ബൈ ദ വേ, ഞാൻ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു എക്സ്പെൻസ് നമുക്കുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾക്കിപ്പോൾ കുട്ടികൾ, നമ്മളുടെ ബേബി സിറ്റിംഗ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും നമ്മളുടെ ഏജ് അനുസരിച്ച് 40 KD 50 KD ഇതൊക്കെ വരും. അവർക്ക് അതിനോട് കൂടെ തന്നെ ഫുഡും എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു മെയ്ഡിനെ ഹയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഫുൾ ടൈം വീട്ടിൽ നിൽക്കുന്ന ലിവ് ഇൻ മെയ്ഡുമാരെ കിട്ടാനായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വിസയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ അത് വളരെ റിസ്ക് ആയിട്ടുള്ള, ചില ആളുകൾക്ക് കുവൈറ്റ് വീടുകളിൽ നിന്നൊക്കെ ഓടിപ്പോകുന്ന ആളുകളൊക്കെ നിർത്താറുണ്ട്. അതൊക്കെ വളരെ റിസ്ക്കാണ്. അപ്പോൾ വിസയുള്ള ആളുകൾ നിർത്തുകയാണെങ്കിൽ മിനിമം 150 KD ആണ് അവരുടെ ചാർജ്. കുട്ടികളുടെ ഏജ് അനുസരിച്ച് ചാർജിനും വ്യത്യാസം വരും. ചില ആളുകളാകട്ടെ ഒരു ദിവസം 2-3 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ട് പോകാനായിട്ട് ആളുകളെ ഹയർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ പോലും 80 to 100 KD ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർ വന്നാൽ വീട് അടിക്കും, അതുപോലെ തന്നെ അയൺ ചെയ്യും, പിന്നെ പാത്രങ്ങളെല്ലാം കഴുകും, മിനിമം കുക്കിംഗ് എല്ലാം ചെയ്യും. അത്രയൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു മന്ത്ലി നമ്മൾക്ക് എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളതാണ്. നമുക്കൊരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഒരു 2-3 കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ ഒരു 80 to 100 KD ഡിപ്പെൻസ് നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുന്നു, എന്ത് കഴിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ്. ഇപ്പോൾ സിംഗിളായിട്ട് നിങ്ങൾ താമസിക്കുകയാണ്, ഇപ്പോൾ 4 പേര് കൂടി ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 25 to 30 KD കൂടുതൽ വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ചിലപ്പോൾ ഒരു 5 to 10 KD ആ ഒരു മന്ത്ലി നമുക്ക് പേയ്മെൻറ്റ് അടിക്കേണ്ട കണക്ഷനായിരിക്കും നമ്മൾ മിക്കവാറും എടുക്കുന്നത്. അതിനൊരു പേയ്മെൻറ്റ് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എമോഷണൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം 50 KD ഒരു ചിലവാണ് ഒരു മാസം വരാൻ പോകുന്നത്. അതുകൂടാതെ റെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എക്സ്ക്ലൂഡഡ് റെൻറ്റാണ്.
പിന്നെ വരാൻ പോകുന്ന നമ്മളിപ്പോൾ ഫുഡൊക്കെ വെളിയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്കിവിടെ സാധനങ്ങൾക്ക് അല്പം വില കൂടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഫുഡ് ഐറ്റംസ് താരതമ്യേന വലിയ ഇല്ലെങ്കിൽ പോലും ഈ റീസെൻ്റ്ലി ഹോട്ടലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വില കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊറോണ കഴിഞ്ഞതിന് ശേഷം അത് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വില കൂടാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ കുവൈറ്റിലെ കുബൂസാണ്. കുബൂസ് കുവൈറ്റ് ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 50 ഫിൽസിനുള്ള ആ ഒരു കുബൂസിൻ്റെ പാക്കറ്റ് ഇതുവരെയും അതിൻ്റെ റേറ്റ് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് ഫലാഫിൽ സാൻഡ്വിച്ച്. 100 ഫിൽസ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സാൻഡ്വിച്ച് അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഫലാഫിൽ എന്ന് പറയുന്ന ഒരു സാധനവും പിന്നെ കുറച്ച് ഫ്രൈസും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ബ്രെഡിലോ കുബൂസിലൊക്കെ റോൾ ചെയ്ത് തരുന്നൊരു സംഭവമാണിത്. അതിന് വില ഇതുവരെയും ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെയും എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും ആ ഒരു വില 100 ഫിൽസ് എന്ന് പറയുന്നത് കൂടിയിട്ടില്ല. 100 ഫിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എത്രയാണ് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. 100 ഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 1 KGയുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ 27 രൂപ, 27, 28 അത് 1 KGയുടെ 10 ഭാഗമാണ് 100 ഫിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് എത്രയായിരിക്കും എന്ന് ഒരു പക്ഷേ മലയാളികളായി നിങ്ങൾ ചിന്തിച്ചേക്കാം. പൊറോട്ടയ്ക്ക് നേരത്തെ 50 ഫിൽസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 100 ഫിൽസായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അപ്പം, ചപ്പാത്തി ഇതൊക്കെ എന്തായിരിക്കും വിലയെന്ന് അറിയാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആകാംക്ഷയുണ്ടായിരിക്കും. അതിനും ഏകദേശം 75 ഫിൽസ്, 100 ഫിൽസ് അങ്ങനെയൊക്കെയാണ് ഒരെണ്ണത്തിൻ്റെ വില. പിന്നെ ബട്ടർ നാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 200 ഫിൽസ് ടു 300 ഫിൽസ് വരെ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1 KG, 1.5 KG, 2 KG ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നു എന്നതിനനുസരിച്ച്. പിന്നീട് നമുക്ക് അറബിക് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗ്രിൽസും അതുപോലെ തന്നെ എല്ലാ കബാബും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ വൈഡ് വെറൈറ്റീസ് ആണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു 5 പേർക്ക് കഴിക്കാനാണെങ്കിൽ 6 KGയുടെ ഒരു പ്ലാറ്റർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ബീഫ് കറി വെളിയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 KG 800 ഫിൽസ് നിങ്ങൾ കൊടുത്തേ മതിയാവും. പിന്നീട് അല്ലെങ്കിൽ 2 KG ആയിരിക്കാം അത്രയൊക്കെ. പിന്നെ അതിനുശേഷം നമ്മൾക്കിവിടെ പൊതിച്ചോറ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വർക്കിംഗ് ആയിട്ടുള്ള നഴ്സസ് മിക്കവാറും ഓർഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് പൊതിച്ചോറ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇവിടെ നമ്മൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 KG 1 KG 250 ഫിൽസിലൊക്കെ നമ്മൾക്ക് ഒരു പൊതിച്ചോറ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഫുഡിന് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര എക്സ്പെൻസ് ആകും എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച്. വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസൊക്കെ വേറെയാണ്. പിന്നെ നിങ്ങൾ വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ ഏകദേശം അതിൻ്റെയൊക്കെ വില ഞാൻ പറയാം. അതായത് കുവൈറ്റിലുണ്ടാക്കുന്ന വെജിറ്റബിൾസ് നമ്മളുടെ ക്യാബേജ് അല്ലെങ്കിൽ പൊട്ടറ്റോ, ഒനിയൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറവാണ് താരതമ്യേന. തക്കാളി അത് ഇന്ത്യൻ വെജിറ്റബിൾസിന് സാധാരണ ഇച്ചിരി വില കൂടുതലാണ്. അതായത് ഏകദേശം ഒരു 800 ഫിൽസ് ടു 1 KG ഒക്കെ ആവും. അത്യാവശ്യം ഇന്ത്യൻ അതായത് നമ്മളുടെ ബ്രിഞ്ചാൾ വയലറ്റ് ബ്രിഞ്ചാളിന് വില കുറവാണ്. പക്ഷേ ഡ്രം സ്റ്റിക്ക് പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ കേരള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അല്പം വില കൂടുതലാണ്. കമ്പാരിറ്റീവ്ലിയാണ് ഞാൻ പറഞ്ഞത്. 1 കിലോ ചിക്കൻ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 1 KG ടു 1 KG 200 ഫിൽസൊക്കെ ആകാം. 1 കിലോ ബീഫ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 2 KG മുതൽ ഫ്രോസൺ ബീഫുണ്ട്, ഫ്രഷ് ബീഫുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ 2 to 3 KG സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. 1 കിലോ മീൻ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് മത്തി എന്നുള്ള അങ്ങനത്തെ മീനുകളല്ല, അല്പം വില കൂടിയ മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 to 4 KG പെർ KG അല്ലെങ്കിൽ 2 to 3 KG ഏകദേശം ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനി എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു എക്സ്പെൻസ്? നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മന്ത്ലി ചിലപ്പോൾ നമ്മൾ ഷോപ്പിംഗ് അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് മേടിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് ഇവിടെ നല്ല വിലയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ടീഷർട്ട്, ജീൻസ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊന്നും വലിയ വിലയില്ല.
പക്ഷെ നമ്മൾ ഇന്ത്യൻ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് ചുരിദാറൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം വാങ്ങുന്നതിനേക്കാൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു ചുരിദാർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ 4.5 KD കൊടുക്കണം. നമ്മൾക്ക് നാട്ടിൽ ഒരു ചുരിദാർ വാങ്ങുന്ന വില തന്നെ ഇവിടെ സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. നാട്ടിലും അത്രയൊക്കെ തന്നെ സ്റ്റിച്ചിങ് ചാർജുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. പിന്നെയുള്ള ചിലവ് എന്താണ്? സ്കൂൾ ഫീസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സും ഓരോ സ്കൂൾ അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. സ്കൂളിൽ ഇപ്പോൾ സിംഗിളായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഫാമിലി ആയിട്ട് താമസിക്കാൻ വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു 400 KD ടു ഒരു അല്ലെങ്കിൽ 300 KD ടു 400 to 500 KD ആ ഒരു റേഞ്ചിലാണ് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിൽ വരെ വരുന്ന ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട ഫീസ്. 3 ഗഡുക്കളായിട്ടാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിന് പുറമെയാണ് സ്കൂൾ യൂണിഫോം, ബുക്സ് എന്നിവയ്ക്കെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഫീസ്. വേറെ സ്കൂളിൽ അങ്ങനെ എക്സ്ട്രാ ഫീസൊന്നും വരുന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്കൂളിലാണ് എന്നുള്ളത്. പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് ഇപ്പോൾ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ നോർമലി നമ്മൾക്ക് സഞ്ചരിക്കണം, നമ്മൾക്ക് കാറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാർ കുവൈറ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ആശ്രയിക്കാറുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ചീപ്പാണ് കമ്പാരിറ്റീവ്ലി. അതായത് 250 ഫിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുവൈറ്റിൽ എവിടെ വേണമെങ്കിലും ഒരു ബസ്സിൽ കയറിയിരുന്നാൽ നമുക്ക് പോകാനുള്ള ഇതുണ്ട്. പക്ഷേ അത് പ്രൈവറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബസ് സർവീസ്. പക്ഷേ അത് ഏത് സമയത്ത് എത്തിച്ചേരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകുന്നതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് അത്രയ്ക്കും അറിവില്ലാത്തതുകൊണ്ട് മിക്ക ആളുകളും ടാക്സിയെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി പോയി വരുന്ന ആളുകളാണ്, നമുക്ക് റൂട്ടൊക്കെ നിശ്ചയമുണ്ട്. ഇത്രാം നമ്പർ ബസ്സിൽ കയറിയാൽ നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ള അറിവുള്ള ആളുകൾക്ക് ബസ് സർവീസ് വളരെ ലാഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേരിവിടെ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾക്ക് മെയിൻ റോഡിൽ വന്നിറങ്ങിയാൽ പല സ്റ്റോപ്പുണ്ട്. നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള നല്ല ബസ് സർവീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് അതിനെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ ടാക്സി സർവീസിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മിനിമം ഡിസ്റ്റൻസിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും 750 ഫിൽസ് നമ്മൾ കൊടുക്കണം. പിന്നെ ദൂരേക്കൊക്കെ യാത്രയാണെങ്കിൽ നല്ല രീതിയിലുള്ള ടാക്സി ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. കൊറോണയ്ക്ക് മുൻപ് അല്പം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ചാർജ് കൂടി കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടാക്സിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, നമ്മൾക്കിപ്പോൾ പല സ്ഥലങ്ങളിൽ പോകണം, അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കാറൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണം, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ടാക്സിയെ ആശ്രയിക്കുക തന്നെയാണ് നിവൃത്തിയുള്ളൂ. അപ്പോൾ എങ്കിലും ഒരുപക്ഷെ കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കാറുണ്ട് അതിലും ഭേദം ടാക്സിയൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും വരാനൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു വെഹിക്കിൾ ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ വളരെ പാടാണ്. എന്തായാലും അതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ചിലവ്. പിന്നെ ചൂട് സമയത്ത് പൊതുവേ ഇവിടെ ആളുകൾ പുറത്തേക്ക് അങ്ങനെ പോകാറില്ല. നമ്മൾക്ക് ആ രീതിയിലുള്ളൊരു എക്സ്പെൻസ് കുറവാണ്. കാരണം നല്ല ചൂടായിരിക്കും. രാത്രിയാണെങ്കിൽ പോലും വെയിലില്ലെങ്കിലും ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്കും നല്ല ക്ലൈമറ്റാണ്. ഉച്ചയ്ക്ക് ചൂടുണ്ട് എങ്കിൽ പോലും വൈകിട്ടും ഏർലി മോർണിംഗിലൊക്കെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാത്തിനുമായിട്ടുള്ള നല്ലൊരു സമയമാണ്. പിന്നെ നമ്മൾക്ക് ഇനി പുറത്ത് നിന്ന് നമ്മൾക്കൊരു ചായ കുടിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു ചായ കുടിക്കണം. ഇവിടെ ഇഷ്ടം പോലെ അബ്ബാസിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അബ്ബാസിയയിൽ എവറി 100 മീറ്റർ എന്ന് പറയാം, അത്രയ്ക്കും അടുത്തടുത്ത റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ചായ കുടിക്കണമെങ്കിൽ 100 ഫിൽസാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ചായയുടെ കൂടെ നമ്മുടെ നാട്ടിലെ മലയാളം സ്നാക്സ്, എൻ്റെ മക്കൾ പറയുന്ന പോലെ മലയാളം സ്നാക്സ് മേടിക്കണമെങ്കിൽ നമ്മളുടെ പഴംപൊരി, ഉഴുന്നുവട, ഉള്ളിവട എന്നിങ്ങനെയുള്ള സ്നാക്സിനെല്ലാം ഏകദേശം 100 ഫിൽസാണ്. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് അബ്ബാസിയയിലോ എവിടെയാണെങ്കിലും ഒരുപാട്, ഇപ്പോൾ അബ്ബാസിയയിൽ അത്രയും ഒരു അവൈലബിലിറ്റി മറ്റ് മങ്കാഫ് അല്ലെങ്കിൽ സാൽമിയ, റിഗൈ അത്രയും അടുത്തുണ്ടോ എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും അബ്ബാസിയിലേക്ക് വരാൻ ശ്രമിക്കുന്നത്.
പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ അബ്ബാസിയിൽ ഫ്ലാറ്റൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കേട്ടത്. കാരണം ഒരുപാട് നേഴ്സസ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അബ്ബാസിയിൽ ഫ്ലാറ്റ് നോക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കുറേ കാര്യങ്ങൾ ഇവിടെ സ്കൂള്, ഹോസ്പിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഫെസിലിറ്റി വെച്ചിട്ടാണ് കുറേ ആളുകൾ നോക്കുന്നത്. അല്ലാത്ത ആളുകൾക്ക് എവിടെ താമസിച്ചാലും കുഴപ്പമില്ല, എല്ലായിടത്തും തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസാണ്. അതായത് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾക്കും എന്തുമാത്രം എക്സ്പെൻസ് ആകുമെന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ വൺസ് ഇൻ എ ഇയർ ഓർ വൺസ് ഇൻ 2 ഇയേഴ്സ് വരുന്ന ഒരു എക്സ്പെൻസാണ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സീസൺ അനുസരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചിലവ് വളരെ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശമൊക്കെ എന്തുമാത്രം ചിലവാകും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിളായിട്ട് നിങ്ങളൊരു 3-4 ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50 KD ചിലവാക്കിയതിന് ശേഷം ബാക്കി ഒരു പക്ഷേ നിങ്ങൾക്ക് സേവ് ചെയ്യാമായിരിക്കാം. ഞാൻ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും കുറേ കൂടെ പണം ചിലവാകും. ഫാമിലി ആയിട്ട് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിലുള്ളൊരു ചിലവ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു 400 to 500 KD ഡിപ്പെൻസ് ഓൺ. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളൊന്നും ഇല്ല, ഹസ്ബൻഡും വൈഫും തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ ചിലവ് വളരെ കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു മാസത്തെ ചിലവ് വരുന്നത്. എങ്കിലും കുവൈറ്റ് ടാക്സ് ഇല്ലാതെ അത്യാവശ്യം നല്ല MOHലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഹസ്ബൻഡും വൈഫും MOHലാണെങ്കിൽ സാലറി നമുക്ക് അത്യാവശ്യം ക്യാഷ് സേവ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് അല്പമെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.